ജ്ഞാനവീണയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആസ് യു തിങ്ക് സോ യു ബിക്കം എന്നല്ലേ പറയാറ്? നമ്മൾ ചിന്തിക്കുന്നതെല്ലാം അതുപോലെ നടക്കാറുണ്ടോ? ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. എന്തുകൊണ്ടില്ല? കാരണം നമുക്ക് നമ്മളെ അറിയുകയില്ല, നമ്മുടെ സംസ്കാരത്തെ അറിയുകയില്ല. ഇവിടെ നമ്മൾ നമ്മളെ അറിയുകയാണ്, നമ്മുടെ സംസ്കാരത്തെ അറിയുകയാണ്. നമുക്ക് മാർഗനിർദ്ദേശം തരുന്നതിന് വേണ്ടി പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കോഴിക്കോട് സഹസഞ്ചാലികയായിരിക്കുന്ന രാജയോഗിനി BK ഷീജ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്ററെ നമുക്ക് സഹർഷം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആത്മാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, നമ്മൾ സപ്തഗുണങ്ങളെക്കുറിച്ച് സിസ്റ്റർ പറഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ആത്മാവിൻ്റെ ഉള്ളിൽ രണ്ട് തരം വ്യക്തിത്വമുണ്ട്. അത് ഒന്ന് ആർജിത വ്യക്തിത്വം എന്ന് പറയും, മറ്റൊന്ന് ആന്തരിക വ്യക്തിത്വം. രണ്ട് വ്യക്തിത്വം ചേർന്നതാണ് ആത്മാവ്. ആർജിത വ്യക്തിത്വത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു കഴിഞ്ഞത്. ഈ ആന്തരിക വ്യക്തിത്വം എന്ന് പറയുന്നതാണ് ഈ ഇന്നേറ്റ് ക്വാളിറ്റീസ്, അഥവാ ഒറിജിനൽ വാല്യൂസ്, സപ്തഗുണങ്ങൾ എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണോ നമ്മൾ ശരീരത്തിന് വെള്ളം, വായു, ജലം, ഭൂമി, ആകാശം, പഞ്ചതത്വങ്ങൾ അതിൻ്റെതായ അനുഭവത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ സുഖം അനുഭവിക്കുന്നു, കംഫർട്ടായി അനുഭവം ചെയ്യുന്നു, സ്വസ്ഥത അനുഭവിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ സപ്തഗുണങ്ങൾ അഥവാ വാല്യൂസിൻ്റെ ഷെയറിംഗ് ആണ് മനുഷ്യന് സുഖം തരുന്നത്. അപ്പോൾ ഒരു ജന്മത്തിൽ നിന്ന് നമ്മൾ ആത്മാ മറ്റൊരു ജന്മത്തെ പോകുന്നു. നമ്മൾ പഠിച്ചു ആത്മാ അവിനാശിയാണ്, യാത്ര തുടരുകയാണ്. ഇതുവരെ നമ്മൾ കേട്ടത് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല, വെറും കയ്യാലെയാണ് പോവുക, വന്നതും വെറും കയ്യാലെയാണെന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയാണ്, പോകുമ്പോഴും നമ്മൾ ഏത് രീതിയിലുള്ള ഗുണങ്ങളെയാണോ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ആ ബാങ്ക് അക്കൗണ്ടും കൊണ്ടാണ് അടുത്ത ജന്മത്തേക്ക് പോകുന്നത്. ഇവിടെ വന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഇതിന് മുന്നുള്ള ജന്മത്തിൽ എന്ത് അക്കൗണ്ട് കൊണ്ടാണോ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ടാണ് ജന്മത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗുണങ്ങൾ എങ്ങനെയാണോ എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പോസിറ്റീവ്, എല്ലാവർക്കും സുഖം നൽകുന്ന രീതിയിലാണ് എല്ലാം കൊടുക്കുന്നത് എങ്കിൽ അത് നമുക്ക് അടുത്ത ജന്മം സുഖം തരുന്നൊരു സെറ്റിംഗ് ആണ് കിട്ടുന്നത്. കാരണം ഒരു ജന്മം, പുതിയ ജന്മം എന്ന് വെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം പുതിയ തുടക്കം തന്നെയാണ്. അപ്പോൾ പുതിയ തുടക്കത്തിന് പുതിയ ഉടുപ്പ് തയ്യാറാവുകയാണ്, പുതിയ ശരീരം തയ്യാറാവുകയെന്ന് വെച്ചാൽ ആ പുതിയ ശരീരം തയ്യാറാവുന്നത് ഏതിൻ്റെ ആധാരത്തിലാണ്? തൻ്റെ വാല്യൂസിൻ്റെ ആധാരത്തിൽ. താൻ വാല്യൂസ് എങ്ങനെ ഷെയർ ചെയ്തോ അതിൻ്റെ ആധാരത്തിൽ. അപ്പോൾ നമ്മൾ സാധാരണ ഗുണങ്ങളെ കുറിച്ചൊരിക്കലും മാലയായി പറയാറില്ല. പക്ഷേ അവഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ദുർഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക? കാമക്രോധ മോഹാലോഭ അഹങ്കാരം, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേസമയം ഗുണങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എല്ലാവർക്കും എത്ര ഗുണം പറയാം? 1, 2, 3 ഗുണം പറഞ്ഞു കഴിയുമ്പോഴേക്കും തപ്പാൻ തുടങ്ങും. മറിച്ച് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ആത്മാവിന് നിർമ്മിച്ചിരിക്കുന്ന സപ്തഗുണങ്ങൾ: ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം. ഇങ്ങനെ 7 ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 7 ഗുണങ്ങളെ നമ്മൾ ഒരു മാലയായിട്ട് നമ്മൾ പറയാറുണ്ട്, KP² LHBP എന്ന്. അതായത് നോളേജ്, പവർ, പീസ്, അതുപോലെ ഹാപ്പിനെസ്, ലവ്, ബ്ലീസ്, പ്യൂരിറ്റി. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള 7 ഗുണങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതനുസരിച്ച്, അഥവാ നമ്മുടെ കർമ്മത്തിൽ കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മുടെ ശരീരം കൂടി ബിൽഡ് ചെയ്യും എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ ജ്ഞാനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നോ, ജ്ഞാനദാനം ചെയ്യുന്നോ, ജ്ഞാനം കൊണ്ട് എല്ലാവരെയും സഹായിക്കുന്നോ, അത്രത്തോളം നമ്മുടെ ബ്രെയിൻ പവർ കൂടും. അപ്പോൾ നമ്മളൊരു ജന്മം എടുക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ജന്മത്തിൽ ആ ജ്ഞാനം കൊണ്ട് എത്ര ആളെ സഹായിച്ചിട്ടുണ്ടോ, എത്ര ആൾക്ക് അനുഗ്രഹീതമാകുന്ന രീതിയിൽ ആ ജ്ഞാനത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ, അതുപോലെ അടുത്ത ജന്മം കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ പവർ, നമ്മുടെ ഇൻ്റലക്ട് നന്നായിട്ട് വർക്ക് ചെയ്യും. ഇതേപോലെ തന്നെ സ്നേഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഈ സ്നേഹം അമൂല്യമാണെന്നാണ് പറയുന്നത് തന്നെ. ഇന്ന് നോക്കിക്കഴിയുമ്പോൾ വൃദ്ധന്മാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആണ് അധികം.
കാരണം പറയുന്നത് സ്നേഹത്തിന്റെ ലാക്കിംഗ് ആണ്. ആരുടെ ഒന്നും സ്നേഹം കിട്ടാൻ വൃദ്ധന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. കാരണം മറ്റുള്ള യുവാക്കളൊക്കെ ആണെങ്കിൽ അവരവരുടെ ലോകത്ത് മുഴുകിയിരിക്കാന്ന് വയ്ക്കാം. പക്ഷെ വൃദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മക്കളുടെ സ്നേഹം കിട്ടാനില്ല, റിട്ടയർമെൻറ്റിലായി കഴിഞ്ഞു, ജീവിതത്തിൽ വേറെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. മക്കളുണ്ടായിരിക്കും, പക്ഷെ അവർ വിദൂരത്തിലായിരിക്കും, അവർക്ക് വരാൻ സമയമില്ല, അവരും ബിസി ലൈഫിലായിരിക്കും. അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി പേഷ്യൻ്റ് ആകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ അനുഭൂതി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിയുടെ വളർച്ച ഉണ്ടാകുന്നുള്ളൂ, വൃദ്ധന്മാർക്ക് സ്വസ്ഥമായൊരു വാർദ്ധക്യം അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. സംബന്ധങ്ങളിലും ഊഷ്മളത അനുഭവമാവുന്നത് സ്നേഹം ഉണ്ടാകുമ്പോഴാണ്. സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പേരെ മറക്കാനും പൊറുക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവും. സ്നേഹമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പൊട്ടിത്തെറികളും, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം പോയിട്ട് കൂടുമ്പോൾ അവിടെ ഭൂകമ്പമായിരിക്കും സംഭവിക്കുക. ഈ അവസ്ഥയിലേക്ക് സംഭവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സ്നേഹം ലാക്ക് ചെയ്യാന്ന് പറയാം, കുറയാന്ന് പറയാം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ന് സ്നേഹം ആകെ വികൃതമാക്കപ്പെട്ട അവസ്ഥയാണ്. സ്നേഹം വികൃതമാവുക പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് ഇന്നത്തെ സ്നേഹം ശരീരത്തോടാവും. സിസ്റ്റർ, ഈ സ്നേഹം കണ്ടീഷണലും അൺകണ്ടീഷണലും ലവ് ഉണ്ടല്ലോ അല്ലേ? അതെ, കണ്ടീഷൻ വരുന്നതുകൊണ്ടല്ലേ ഇത് വികൃതമാവുന്നത്? അതെ, കണ്ടീഷൻ വരുന്നത് കൊണ്ടും വികൃതമാവും. തെറ്റായ സാധനങ്ങളോട് സ്നേഹം എന്ന രീതിയിൽ അതിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളിലേക്ക് സ്നേഹം അൺകണ്ടീഷണലായി കൊടുക്കേണ്ട ഒന്നാണ്. അതായത് നമ്മൾ കൊടുക്കാനുള്ളതാണ് സ്നേഹം, കിട്ടാനുള്ളതല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും എന്താണ്? കണ്ടീഷൻ വരുന്നത് എത്രയാ? ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കും കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെയാണ് എന്ന് പറയുമ്പോൾ എന്നെ ഇതുമാതിരിയൊക്കെ ചെയ്തിരിക്കണം, ഇതുമാതിരി ഇതൊക്കെ നോക്കിക്കൊള്ളണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കണ്ടീഷൻ വെക്കുകയാണ്. മറിച്ച് നിങ്ങൾ അങ്ങോട്ട് സ്നേഹത്തിൻ്റെ വ്യാവഹാരിക ഭാവമാണല്ലോ കെയർ ആൻഡ് ലവ് എന്ന് തന്നെ പറയുന്നത്. എപ്പോഴാണോ നിങ്ങൾ ശ്രദ്ധയും കരുതലോടും കൂടി മൂവ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് അതിന് പാലന കൊടുക്കുന്നത്, എല്ലാവരും ഇങ്ങോട്ട് വരും. ഒരു നിയമമുണ്ടല്ലോ, എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? ദർ ഈസ് എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാ പറയുക. എന്ത് നിങ്ങൾ കൊടുക്കുന്നോ അത് അതേപോലെ നമുക്ക് തിരിച്ചു വരും. അപ്പം സ്നേഹം നമ്മൾ കണ്ടീഷൻ ഇല്ലാണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. സിസ്റ്റർ, പ്രതീക്ഷിക്കേണ്ട നമ്മൾ അത് സഹജമായി നമുക്ക് തിരിച്ചു കിട്ടും അർത്ഥം. തിരിച്ചു കിട്ടുന്നുള്ളതാ സത്യം. പക്ഷെ ഇന്ന് മനുഷ്യന്മാർക്ക് ഒറിജിനൽ സ്നേഹമല്ല. കാരണം ഒന്നുകിൽ നമ്മൾ സ്നേഹിക്കുന്നത് ധനത്തിനെ ആയിരിക്കും. അപ്പോൾ ധനത്തിനോടുള്ള സ്നേഹത്തിനെ കുറിച്ച് പറയുന്നത് സ്നേഹം എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കുക, ലോഭം എന്ന വാക്കാണ്. അതേപോലെ തന്നെ ലോഭം വന്നു കഴിഞ്ഞൊരു മനുഷ്യൻ എന്താ ചെയ്യുക? പറയുമ്പോൾ സീക്ക് ചെയ്യുന്നത് സ്നേഹമായിരിക്കും, പക്ഷെ അന്വേഷിച്ച് നോക്കുന്നത് മുഴുവൻ എന്തായിരിക്കും? ധനസമ്പാദനത്തിലായിരിക്കും അവർ സ്നേഹാനുഭവം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്നേഹം ശരീരത്തിനോട് വരാൻ ചിലപ്പോൾ തൻ്റെ ആവട്ടെ മറ്റുള്ളവരുടെ അവിടെ ശരീരത്തിനോട് വരുമ്പോൾ അതിൻ്റെ പേര് അറ്റാച്ച്മെൻ്റ് എന്നാണ്, മോഹം എന്നായി മാറും. ഇന്നത്തെ അവസ്ഥ മനുഷ്യന്മാർക്ക് സ്നേഹവും മോഹവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എൻ്റെയാണെന്ന് പറയുന്നതോടുകൂടി അറ്റാച്ച്മെൻറ്റ് വരുന്നതോടുകൂടി നമുക്ക് പൊസസീവ്നെസ് വന്നു. പിന്നെ ഞാൻ പറയുന്നത് അനുസരിക്കാവൂ, ഞാൻ പറയുന്നത് ചെയ്യാവൂ, ഇങ്ങനെയാണ് വേണ്ടത്. ഒരുപാട് കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷനിലായി മാറി. അതോടുകൂടി ദുഃഖദായിയായി മാറി. ഒറിജിനൽ സ്നേഹം ശരിക്കും പറഞ്ഞാൽ ഹീലിംഗ് ആണ്. യാതൊരു പ്രതീക്ഷയുമില്ല. നമ്മളെല്ലാം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ ഇങ്ങോട്ട് കിട്ടിക്കൊള്ളണമെന്ന് കണ്ടീഷനില്ല. പക്ഷെ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾക്ക് സമയാനുസാരം നമുക്ക് തന്നിരിക്കും. ഇതുപോലെ തന്നെ സ്നേഹം എപ്പോഴാണോ നമുക്ക് നമ്മുടെ പദവിയോടായി തീരുന്നത്, ഉടനടി എന്തായി? അഹങ്കാരമായി മാറുകയാണ്. അപ്പോൾ അത് ക്രോധത്തിലേക്ക് വഴിവെക്കുകയാണ്. അപ്പോൾ എപ്പോൾ നമുക്ക് പദവിയോട് സ്നേഹം വരുന്നു, അത് ക്രോധം അല്ലെങ്കിൽ അഹങ്കാര ഭാവത്തിലേക്ക് മാറും. ഇനി സ്നേഹം നമുക്ക് ആശയങ്ങളോടായി കഴിയുമ്പോഴോ അത് തീവ്രവാദമായി മാറി. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് സ്നേഹമാണ്, നമ്മളെല്ലാവരും അനുഭവം ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും വികൃതമാക്കപ്പെട്ട സ്നേഹമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? എപ്പോൾ സ്നേഹം വികൃതമാക്കപ്പെടുന്നോ അത് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തിന് കാരണമായി മാറും. സാധാരണ നമ്മൾ സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു ചിഹ്നം വരയ്ക്കാറുണ്ട്. ഏത് ചിഹ്നം വരയ്ക്കുക? ഹാർട്ടിന്റെ ചിഹ്നം അല്ലേ? അപ്പൊ ഈ ഹാർട്ടിന്റെ ചിഹ്നം വരയ്ക്കാൻ കാരണം എന്താണെന്നറിയോ? സ്നേഹവും ഹൃദയവും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പറയാ ഹൃദയം കൊണ്ടുപോയി എന്നല്ലേ പറയാ? ഹൃദയം കൊണ്ടുപോയി എന്നുള്ള സ്നേഹം ഒരാൾക്ക് മറ്റൊരാളോട് ഭയങ്കര സ്നേഹമായി ചെന്ന് പറയാം, ഹൃദയം കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതായത് സ്നേഹത്തിൽ എന്തെങ്കിലും കുറവ്, സ്നേഹം നിന്ന് മൃതമാക്കപ്പെട്ട് അനുഭവിക്കുമ്പോൾ നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനെയാണ്. ശരീരത്തിലേക്ക് വേണ്ട ഫുൾ പമ്പിങ് ചെയ്യുന്ന നമ്മുടെ ഭഗവാന്റെ ഗിഫ്റ്റ് ആയിരിക്കുന്ന 24 മണിക്കൂറും നോൺ സ്റ്റോപ്പായി വർക്ക് ചെയ്യുന്ന നമ്മുടെ പമ്പാണ്
നമ്മുടെ ഹൃദയം. നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ ഈ ഹൃദയം നോൺ സ്റ്റോപ്പ് റസ്റ്റില്ലാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എപ്പോഴാണോ ഇതുപോലെ സ്നേഹം, വികൃതമാക്കപ്പെട്ട സ്നേഹം വരുന്നത്, കറണ്ടിന് പകരം, കൊടുക്കേണ്ടതിന് പകരം പിടിച്ചു വയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്, ഉടനടി നമ്മുടെ ഹൃദയത്തിനും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. നമ്മളിതൊക്കെ പിടിച്ചു വയ്ക്കുമ്പോൾ ബ്ലോക്കുകൾ എവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും? നേരെ ഹാർട്ടിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ചിലർക്ക് അറ്റാക്ക് വരാം. സ്നേഹത്തിന്റെ കുറവുകൊണ്ടാണ് എല്ലാവർക്കും അറ്റാക്ക് വരുന്നത്. സ്നേഹത്തിന്റെ വികൃതഭാവങ്ങൾ അനുഭവിക്കുമ്പോൾ. കാരണം വികൃതഭാവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് പ്രഷറായിരിക്കും. എൻ്റെ ആശയത്തോടുള്ള എനിക്ക് അമിതമായ അറ്റാച്ച്മെൻറ്റ് അത് എൻ്റെ ഉള്ളിൽ പ്രഷർ ഉണ്ടാക്കും. എൻ്റെ ആശയം എല്ലാവരും സ്വീകരിച്ചോളണമെന്നില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ക്രോധാവട്ടെ, അഹങ്കാരമാവട്ടെ, ലോഭാവട്ടെ, മോഹാവട്ടെ, ഒരു കുട്ടിയുള്ളൂ, കുട്ടി സ്കൂളിൽ പോയി വരാൻ വൈകില്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഡിഫക്റ്റ് കണ്ടു, അച്ഛനും അമ്മയും ഒരുപാട് പാനിക്കാവുന്നു. അവർക്ക് അറ്റാക്ക് വന്ന പോലെ ചിലർക്ക് അറ്റാക്കും വന്നു പോകുന്നു. കാരണം അവിടെ അറ്റാച്ച്മെൻ്റാണ്. സ്നേഹം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുട്ടിയെ തിരുത്താൻ സാധിക്കും, സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കും. പക്ഷെ അറ്റാച്ച്മെൻ്റ് ആകുമ്പോൾ നമ്മൾ തളർന്നു പോകും. അപ്പോൾ തളർന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം വീക്കാവും. പ്രഷർ അനുഭവിക്കുന്ന സമയത്ത്, ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ സ്നേഹത്തിൻ്റെ സിറ്റുവേഷൻ കുറവുകൊണ്ടാണ്, സ്നേഹത്തിൻ്റെ വികൃതഭാവങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന പ്രഷർ വരുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികൾ തടിക്കാൻ തുടങ്ങും, ഫാറ്റ് ഡെപ്പോസിറ്റ് തുടങ്ങും, ബ്ലോക്കുകൾ ആരംഭിക്കും. ഉടനടി ഹൃദയം വീക്കാവും. ബ്രഹ്മകുമാരീസിനൊരു വിഭാഗമാണ് സ്പാർക്ക് എന്ന് പറയുന്നത്, സ്പിരിച്വൽ ആപ്ലിക്കേഷൻ റിസർച്ച് സെൻറ്റർ. ഇവിടെ ഡോക്ടർമാർ ഒരു വിശേഷ പരീക്ഷണം നടത്തിയതാണ്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഹാർട്ടിൻ്റെ ഹീലിങ്ങിന് വേണ്ടിയിട്ട്. ഇത് 1992 റിവേഴ്സൽ ഓഫ് കൊറോണറി ബ്ലോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മുടെ ഹാർട്ട് ഡിസീസിന്, ഹാർട്ടിലെ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാനായിട്ട് ഡോക്ടർ DR നിഷ് പരീക്ഷിച്ച് നോക്കുകയുണ്ടായി. അദ്ദേഹം അതിലുപയോഗിച്ചത് ഗ്രീൻ ലൈറ്റ് ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഹാർട്ടിനെ ഹീൽ ചെയ്യാനായിട്ട് ഉപയോഗിച്ചതാണ്. ഇതേമാതിരി തന്നെ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിലും ഈ സിസ്റ്റത്തിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഫുഡ് കൺട്രോൾ, എക്സസൈസ് പ്ലസ് മെഡിറ്റേഷനിൽ ഗ്രീൻ ലൈറ്റ്, ഈശ്വരൻ്റെ സ്നേഹത്തിനെ ഗ്രീൻ ലൈറ്റിൻ്റെ രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഹീൽ ചെയ്യുന്ന സമയത്ത് എത്രയോ പേഷ്യൻസ് അവർക്ക് വിത്തൗട്ട് ഓപ്പറേഷൻ ഹാർട്ട് ഡിസീസിൽ നിന്ന്, അഥവാ ബ്ലോക്കിൽ നിന്ന് ഒരു റിമൂവായി. നമ്മുടെ ഒരു ബായി ഓപ്പറേഷന് വേണ്ടിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിൽ ബ്ലോക്കായിട്ട് ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യാന്നൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഭയമായിപ്പോയി. അദ്ദേഹം അവിടെ നിന്ന് ചില യുക്തികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് മൗണ്ട് ആബൂവിൽ നമ്മളുടെ ഈ സ്പെഷ്യൽ ഡോക്ടർമാരുടെ കൂടെ പോവുകയും ഈ ക്യാമ്പിൽ പങ്കെടുത്ത് അതിൽ എന്താണോ അവർ കൊടുത്ത ട്രെയിനിങ്ങും മെഡിറ്റേഷൻ്റെ ഗ്രീൻ ലൈറ്റൊക്കെ ഉപയോഗിച്ച് അവരവരുടെ ഹാർട്ടിനെ ക്ലീൻ ചെയ്തതോടുകൂടി ഇദ്ദേഹം ഇന്നും ജീവിക്കുന്നുണ്ട് വിത്തൗട്ട് ഓപ്പറേഷൻ. ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നൊരു 3 മാസം കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലെ ഏത് ഡോക്ടറാണോ ഓപ്പറേഷൻ പറഞ്ഞിരുന്നത് ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് വീണ്ടും ചെക്കിങ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല ഇത് മെഷീന് കേട് വന്നതാണോ, എനിക്ക് അത്ഭുതമായി പോകുന്നല്ലോ, കാരണം ഇദ്ദേഹത്തിൽ യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ആ ഒരു ഗ്രീൻ ലൈറ്റ്, സ്നേഹത്തിന്റെ പ്രകാശം, എന്തുകൊണ്ടാണ് ഈ ഗ്രീൻ, അതാണ് എനിക്ക് ഒരു വലിയ കുറേ സമയം സിസ്റ്റർ ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞു, അതും സ്നേഹം തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആവുന്നു സിസ്റ്റർ? യെസ്, ഒരു മനുഷ്യൻ എപ്പോഴാണോ സ്നേഹത്തിന്റെ ഫീലിംഗ് അനുഭവിക്കുന്നത്, സ്നേഹം അനുഭൂതി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന വേവ് ലെങ്ത്, EEG എന്ന് പറയും, ആ വേവ് ലെങ്ത്തും അതേമാതിരി തന്നെ ഈ ഗ്രീൻ ലൈറ്റിന്റെ വേവ് ലെങ്ത്തും ഈക്വലാണ്. ഇങ്ങനെയാണ് സപ്തവർണ്ണങ്ങളും നമ്മൾ ഈ സപ്ത ഗുണങ്ങളുമായിട്ട് ബന്ധിക്കുന്നു. അപ്പം ഏത് ഗുണമാണോ, ഏത് ഗുണം അനുഭവിക്കുമ്പോൾ ആ ആത്മാ ഒരു ഗുണം അനുഭൂതി ചെയ്യുന്ന സമയത്ത് ആ ബ്രെയിനിലുണ്ടാകുന്ന വേവ് ലെങ്ത് എന്താണോ അതിൻ്റെ ഈക്വലായിട്ടുള്ള കളറിൻ്റെ വേവ് ലെങ്ത്, ഏത് കളറിനാണോ ആ വേവ് ലെങ്ത് ഉള്ളത് ആ കളർ ആ ഗുണമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ പച്ച കളറിൻ്റെ വേവ് ലെങ്ത്തും നമ്മൾ സ്നേഹാനുഭൂതി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന വേവ് ലെങ്ത്തും രണ്ടും തുല്യമാണ്. അതുകൊണ്ടാണ് സ്നേഹം എന്ന് പറയുമ്പോൾ പച്ച കളർ എന്ന് കാണിക്കുന്നത്. ഈ പ്രകൃതിയിൽ നോക്കിയാൽ തന്നെ ഭഗവാൻ എല്ലാം പച്ച നിറഞ്ഞിട്ടാണ്, ഭഗവാന്റെ സ്നേഹത്തിൻ്റെ റേസിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മളും ഇവിടെ ഹീൽ ചെയ്യുന്ന സമയത്ത് പഠിപ്പിക്കുന്നത് അവരങ്ങനെയാണ്. ഈശ്വരൻ്റെ സ്നേഹത്തിനെ മെഡിറ്റേഷനിലൂടെ സ്വീകരിച്ച് ആ ഗ്രീൻ ലൈറ്റ് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ നിറയുമ്പോൾ ആ സ്നേഹം കൊണ്ട് ഹൃദയം അങ്ങ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ആ ഫീലിങ്ങിലൂടെ ഹാർട്ട് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആകുന്നു. അപ്പം നമ്മുടെ ഗുണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ശരീരത്തിനെ ഹെൽത്തി ആക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അവഗുണം എന്ന് പറയുന്നത് ശരീരത്തിനെ രോഗിയാക്കാനും
സഹായിക്കും. ഇതുപോലെ തന്നെയാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് നമ്മൾ എത്ര അനുഭവം ചെയ്യുന്നോ, ആനന്ദമില്ലാണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് തന്നെ നോക്കി നോക്കിയേ, എന്തിനാണ് നമ്മൾ ഇത്രയ്ക്കധികം കഷ്ടപ്പെടുന്നത്? ഹാപ്പിനെസ്സിന് വേണ്ടി, സന്തോഷം ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. സന്തോഷമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ വഴി ആഗ്രഹിക്കുന്ന സന്തോഷമാണ്, പോകുന്ന വഴിയാണ് തെറ്റായി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ആനന്ദിക്കും, ഒറിജിനൽ നമ്മുടെ കയ്യിലില്ല. അല്ലെങ്കിൽ വ്യക്തികളുടെ സംബന്ധങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആനന്ദിക്കാനായിട്ട് നമ്മൾ പോകും. അല്ലെങ്കിൽ ധനം കുറേ സമ്പാദിക്കുന്നതിൽ ചിലർ ആനന്ദം കണ്ടെത്തും. വേറെ ചിലവർ ആഹാര കാര്യങ്ങളിൽ ഒരുപാട് ആനന്ദം കണ്ടെത്തും. പക്ഷെ ആഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിൽ ആനന്ദമില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ സാധിക്കില്ല. ചെറിയ സംശയമില്ല, ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് മാർഗമാണെങ്കിലും അത് തെറ്റായ മാർഗം അല്ലെങ്കിൽ അത് ശരിയല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ആനന്ദം കിട്ടാൻ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് പോവാണ്. പക്ഷെ അതെന്തായി മാറുന്നു? യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കുക തൽക്കാല സന്തോഷങ്ങളിലേക്കും. സന്തോഷവും ആനന്ദം തമ്മിൽ വ്യത്യാസമുണ്ട്. സന്തോഷം എന്ന് വെച്ചാൽ നൈമിഷികമായ കാര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് സന്തോഷം. ആനന്ദം എന്ന് വെച്ചാൽ സദാ നമ്മൾ അനുഭവിക്കുന്ന ആത്മാവിൻ്റെ ഒരു ഗുണമാണ് ആനന്ദം. ആനന്ദമില്ലാതെ ആനന്ദം തെരഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷത്തിൻ്റെ വസ്തുക്കളുടെ പിന്നാലെ പോകുമ്പോഴും അത് നമുക്ക് ദുഃഖകാരണമായി മാറും. തൽക്കാലം സന്തോഷം തോന്നും. ഉദാഹരണം, ആഹാരം തന്നെ നോക്കി നോക്കൂ. ഇഷ്ടപ്പെട്ട ആഹാരം നിറച്ചു വെച്ചിരിക്കുകയാണ്, കഴിക്കുമ്പോൾ ഭയങ്കര ആനന്ദമായിരിക്കും. പക്ഷേ നിങ്ങൾ കുട്ടികൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അവർക്ക് ചോറ് കൂടി വേണ്ട, ചോക്ലേറ്റ് മാത്രം മതി എന്ന് വാശി പിടിക്കും. പക്ഷെ അച്ഛനും അമ്മയും കൊടുക്കാറില്ലല്ലോ. കുട്ടിയുടെ കയ്യിൽ പിടിച്ചു വാങ്ങി വെക്കുന്നു. എന്താ കാരണം? കുട്ടി തെറ്റായ വഴിയിൽ ആനന്ദം സീക്ക് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ വയറ് നിറച്ച് ചോക്ലേറ്റ് തിന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവയ്ക്കേണ്ടി വരും. ഇതേപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും യഥാർത്ഥ വിധിപ്രകാരം അല്ലാതെ നമ്മൾ ആനന്ദം സീക്ക് ചെയ്ത് പോകുമ്പോൾ തൽക്കാലം നമ്മൾ ആനന്ദം, സന്തോഷം അനുഭവിക്കും. പക്ഷെ സദാകാലം ദുഃഖത്തിലേക്ക് എത്തിച്ചേരും. ആനന്ദം എന്ന് പറയുന്നത് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ വയറിനെയാണ്, അഥവാ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിനെയാണ്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു സാധാരണ സാഹചര്യം എടുത്ത് നോക്കിയാൽ മതി. വീട്ടിലെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യമില്ലാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ സംഘർഷാവസ്ഥ, അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പിണക്കുണ്ടായ ഒരു സാഹചര്യം. ശരി പോട്ടെ, എല്ലാം നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിച്ചു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, വീണ്ടും അന്തരീക്ഷത്തിൽ ഹാർമണി കൊണ്ടുവരാൻ വേണ്ടി മനസ്സ് സ്വസ്ഥതയില്ലെങ്കിലും സന്തോഷമില്ലെങ്കിലും നമ്മൾ വന്നിരുന്ന് ആഹാരം കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വയറ് ഗ്യാസ്ട്രിക് വന്നിട്ടുണ്ടാവും, ദഹിച്ചിട്ടുണ്ടാവില്ല ആഹാരം. കാരണം ആനന്ദത്തിൻ്റെ കുറവ് വരുമ്പോൾ നേരെ എഫക്റ്റ് ചെയ്യുന്ന ആരെയെന്നറിയോ? നമ്മുടെ വയറ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ്. ഇതുപോലെ തന്നെയാണ് ശാന്തി. ശാന്തിയിലാണ് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ശാന്തി വേണം, ശാന്തി വേണം, ശാന്തി. പക്ഷെ ശാന്തി ആർക്കും അനുഭവമൊന്നുമില്ല. ശാന്തി മറ്റുള്ളവർ കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കൊടുത്താൽ നമുക്കതും തിരിച്ചു കിട്ടും. എങ്ങനെയാണ് നമ്മൾ ശാന്തി ഷെയർ ചെയ്യാൻ സാധിക്കുക? നമുക്ക് നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ വളരെയധികം കംഫർട്ട് ആവുകയാണെങ്കിൽ, ഇവരുണ്ടോ സമാധാനമായി എന്ന് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാൾ അനുഭൂതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശാന്തി ദാനം ചെയ്തു. മറിച്ച് അയ്യോ ഇവരാണോ വരുന്നത്, എന്നാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്കില്ല കേട്ടോ എന്ന് നമ്മളെ കുറിച്ച് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ നമ്മൾ ദാനം ചെയ്തത് എന്താ? അശാന്തിയാണ്. അപ്പം നമ്മൾ ശാന്തി ദാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലങ്സ് ഹെൽത്തി ആവും. അഥവാ നമ്മൾ അശാന്തിയാണ് ദാനം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലങ്സ് വീക്കാവും. അപ്പോൾ ലങ്സിനാണ് എന്തെങ്കിലും രോഗം വരുന്നത് എങ്കിൽ നമ്മൾ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് ഇളനീല നിറത്തിലുള്ള ശാന്തിയുടെ കിരണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ലങ്സിലെ എല്ലാ ബ്ലോക്കുകളും അല്ലെങ്കിൽ ലങ്സിൻ്റെ രോഗം എന്താണോ അതിനെ ഇല്ലാതാക്കാൻ ഫുൾ ഹെൽത്തി ലങ്സ് ആയി പ്രവർത്തനം നടക്കുന്നതായി കണ്ടുകൊണ്ട് നമ്മുടെ മെഡിറ്റേഷൻ ടെക്നിക്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വയറെന്തെങ്കിലും അപ്സെറ്റായി പോയി എന്ന് വിചാരിച്ചോളൂ, അതിന് നമുക്ക് ഗോൾഡൻ യെല്ലോ കളർ, ഹാപ്പിനെസ്സിൻ്റെ കളറാണ് ഗോൾഡൻ യെല്ലോ കളറ്. ആ കളറിൽ ഈശ്വരൻ്റെ ശക്തിനെ വന്ന് നമ്മുടെ വയർ ഫുൾ ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് വിഷൻ കണ്ട് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി അതാണല്ലോ, നമ്മൾ സ്വയം ഹാപ്പി ആയിരിക്കുക. എപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കുന്നു നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ സ്വയമേവ ഹാപ്പി ആവും. നമ്മൾ അൺഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആയിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വന്നതായിരിക്കും, പക്ഷെ നമ്മൾ അൺഹാപ്പി ആണെങ്കിൽ അവരുടെ മൂഡ് ഓട്ടോമാറ്റിക്കലി എന്തായി പോകും? അൺഹാപ്പി ആയി പോകും. അങ്ങനെ ഇപ്പം ഏത് സപ്തഗുണങ്ങളും നമ്മൾ എത്രത്തോളം ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നോ അത്രയും നമ്മുടെ ബോഡി ഫുൾ ഹെൽത്തി ആയി മാറും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാ ഈ സപ്തഗുണങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മമായി സ്വയം പ്രകാശിക്കുന്ന ഒരു ബിന്ദുവാണ്.
അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിലും ആത്മാവിനെ അനുഭൂതി ചെയ്യുകയാണ് ചെയ്യുക. ആത്മാ ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിലിരുന്ന് സ്വയം പ്രകാശിക്കുന്ന ഒരു അതിസൂക്ഷ്മ പ്രകാശ നക്ഷത്രമാണ് എന്നുള്ളത് അനുഭൂതി ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. സിസ്റ്റർ വളരെ നന്ദി സിസ്റ്റർ. നമ്മൾ ആത്മാനുഭൂതി ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ സപ്തഗുണങ്ങളെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എത്രമാത്രം അതിന് പ്രാമുഖ്യമുണ്ട് എന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടു. വളരെ നന്ദി സിസ്റ്റർ. ഓം ശാന്തി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. രാജയോഗ ധ്യാനത്തിൻ്റെ പുത്തൻ വെളിച്ചവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.